സൂപ്പർ താരം അല്ലു അർജുന് ഇന്ന് പിറന്നാൾ. വേറൊരു അന്യഭാഷാ നടനും കിട്ടുന്നതിനേക്കാൾ ഫാൻ ബേസും ഫാൻസ് അസോസിയേഷനും കേരളത്തിൽ ഉണ്ടാക്കിയെടുത്ത താരമാണ് അല്ലു അർജുൻ. ഒരു മലയാള ചിത്രത്തിൽ പോലും അഭിനയിക്കാതെ മൊഴിമാറ്റ ചിത്രങ്ങൾ കൊണ്ട് ചുരുങ്ങിയ കാലത്തിനുള്ളിൽ അല്ലു അർജുൻ കേരളത്തിൽ ഉണ്ടാക്കിയ തരംഗം ഫ്ലവർ അല്ല, ഫയർ തന്നെയാണ്. തെലുങ്ക് സിനിമയ്ക്ക് കേരളത്തിലുള്ള സ്വാധീനം അല്ലുവിന് മുൻപും ശേഷവും എന്ന് അടയാളപ്പെടുത്തിയാൽ മലയാളത്തിലെ മുൻനിര നായകന്മാരുടെ ചിത്രങ്ങൾ റിലീസ് ചെയ്യുന്ന അതേ ആരവത്തോടെയും ആവേശത്തോടെയും കേരളത്തിലൊരു അന്യഭാഷാ ചിത്രം പ്രേക്ഷകർ ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ അത് അല്ലുവിന്റെ ചിത്രങ്ങൾ തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ തന്റെ മലയാളി ആരാധകരെ നിരാശപ്പെടുത്താതെ പ്രമോഷൻ ഇവന്റുകളിൽ പോലും കേരളത്തെ ഒഴിവാക്കാതെ അല്ലു കേരളത്തിൽ എത്തുകയും ചെയ്തു. അവസാനം പുറത്തിറങ്ങിയ പുഷ്പ 2വിന്റെ പ്രമോഷന് കേരളത്തിലെത്തിയ അല്ലു ആരാധകർക്ക് ആവേശമാവുകയായിരുന്നു. രണ്ടായിരത്തി 2003 സിനിമയിൽ അരങ്ങേറ്റം കുറിച്ച അല്ലു കെ രാഘവേന്ദ്ര റാവു സംവിധാനം ചെയ്ത ഗംഗോത്രി എന്ന ചിത്രത്തിലാണ് ആദ്യമായി വേഷമിട്ടത്. സുകുമാർ ഒരുക്കിയ ആര്യയിലെ കഥാപാത്രമാണ് മലയാളി പ്രേക്ഷക മനസ്സിൽ അല്ലു അർജുൻ എന്ന താരത്തെ അടയാളപ്പെടുത്തിയത്. വെള്ളി നക്ഷത്രവും വാമനപുരം ബസ് റൂട്ടുമെല്ലാം കണ്ടുകൊണ്ടിരുന്ന മലയാളികൾക്കിടയിലേക്കാണ് ചുണ്ടിൽ ചായം തേച്ച് നന്നായി ഡാൻസ് കളിക്കുന്ന ഒരു പയ്യന്റെ കടന്നുവരവ്. ആദ്യമൊക്കെ തള്ളിപ്പറഞ്ഞ ആളുകൾ പതിയെ പതിയെ അല്ലുവിനെ ഇഷ്ടപ്പെട്ടു തുടങ്ങുകയായിരുന്നു. വെറുത്ത് വെറുപ്പിനൊടുവിൽ അറിയാതെ അങ്ങ് സ്നേഹിച്ചു തുടങ്ങിയെന്ന് കേട്ടിട്ടില്ലേ? അതുപോലെ തന്നെയാണ് അല്ലുവിനെ ആരാധകർ ഏറ്റെടുത്തതും. സമയമെടുത്ത് കയറിക്കൂടിയത് കൊണ്ടായിരിക്കും അല്ലുവിനെ ഒരിക്കൽ മനസ്സിൽ കയറ്റിയവർക്ക് പറിച്ചു മാറ്റാൻ പറ്റാത്തൊരടുപ്പം ആ നടനോട് തോന്നി തുടങ്ങിയതും. തെലുങ്കിലെ പേരുകേട്ട നിർമ്മാതാവ് അല്ലു അരവിന്ദന്റെ മകനാണെങ്കിലും ആക്ടർ ചിരഞ്ജീവിയുടെ മരുമകൻ എന്ന ലേബലിലാണ് അല്ലു കൂടുതലും അറിയപ്പെട്ടത്. എന്നാൽ ചുരുങ്ങിയ സമയം കൊണ്ട് അല്ലുവും ആര്യയും യുവാക്കളുടെ ഹരമായി മാറി. അങ്ങനെ കോളേജുകളിലും സ്കൂളുകളിലും യുവാക്കൾ അല്ലുവിന്റെ സ്റ്റൈൽ ഏറ്റെടുത്തു തുടങ്ങി. അല്ലുവിനെ പോലെ വസ്ത്രം ധരിച്ചും ബാഗിട്ടും രൂപം മാറ്റിയും ക്യാമ്പസുകളിൽ അല്ലു തരംഗം അലയടിച്ചു. പിന്നീട് അങ്ങോട്ട് വളർന്നു വരുന്ന ഓരോ തലമുറയും അല്ലുവിനെ ഏറ്റെടുക്കുകയായിരുന്നു. ഇന്നിപ്പോൾ ചിരഞ്ജീവി എന്ന് പറഞ്ഞാൽ അല്ലു അർജുന്റെ മാമൻ എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട അവസ്ഥയാണ്. കുഞ്ഞുനാളിൽ ആര്യ കണ്ട് കൂടെ കൂടിയ കുട്ടി ആരാധകർ വളർന്നു വരുന്നതിനോടൊപ്പം അല്ലുവും വളർന്നു. പൊടിമീശക്കാരനിൽ നിന്ന് താടി വെച്ച് പൗരുഷമുള്ള പുഷ്പയിലേക്കും അതിന്റെ രണ്ടാം പതിപ്പിലേക്കും അല്ലുവും ആരാധകരും വളർന്നു. തെന്നിന്ത്യൻ സിനിമാ വ്യവസായത്തിൽ ഏറ്റവും അധികം പ്രതിഫലം വാങ്ങുന്ന നടന്മാരിൽ ഒരാളായി അല്ലു മാറിയെങ്കിൽ അതിൽ മലയാളികൾക്കുള്ള പങ്ക് ചെറുതൊന്നുമല്ല. പിറന്നാൾ ദിനത്തിൽ ആരാധകർക്ക് ഇരട്ടി മധുരമാണ് അല്ലു ഒരുക്കിയിരിക്കുന്നത്. 2009 ഇറങ്ങിയ ആര്യ 2 റിലീസ് ചെയ്തുകൊണ്ടാണ് അല്ലു ആരാധകർക്ക് പിറന്നാൾ സമ്മാനം കൊടുത്തത്. അതിന് പിന്നാലെ അടുത്ത വലിയ സംരംഭം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ബ്ലോക്ക് ബസ്റ്റർ സംവിധായകൻ ആറ്റ്ലുവുമായി ആദ്യമായി ഒന്നിക്കുന്നു എന്ന വാർത്തയാണ് ആരാധകർക്കായി പിറന്നാളിന് നൽകിയ അടുത്ത സമ്മാനം. അല്ലു അർജുന്റെ 22ാമത്തെ ചിത്രവും ആറ്റ്ലുയുടെ 6ാമത്തെ സംവിധാനവുമാണ് AA22x എന്ന അനൗൺസ് ചെയ്ത ചിത്രത്തിന്റെ അനൗൺസ്മെന്റ് വീഡിയോ പ്രൊഡക്ഷൻ ഹൗസ് പുറത്തിറക്കിയിരിക്കുകയാണ്. എന്തൊക്കെയായാലും പിറന്നാൾ ദിനത്തിൽ അനൗൺസ് ചെയ്ത ചിത്രം വിജയിക്കാനും അല്ലുവിന് നല്ലൊരു പിറന്നാളും ആശംസിക്കാം.